ചാറ്റൽ മഴയുള്ള ഒരു രാത്രി കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലം. അയ്യോ അമ്മേ, എൻ്റെ നടു, അയ്യോ. ഓ, എന്തോന്ന് ഡ്രൈവിംഗ് ആടാ ഇത്. സോറി, കുന്തത്തിനെന്തോ പന്തിയേട്. അയ്യോ, ശരിയാക്കാൻ പറ്റുമായിരിക്കും, ഒന്ന് നോക്കട്ടെ. അയ്യോ അയ്യോ, ഓ രക്ഷയില്ല, വർക്ക്ഷോപ്പിൽ കയറ്റണം. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരം ഇരുട്ടി. ഇവിടെ എവിടെയെങ്കിലും തങ്ങാം. എടാ മണ്ട, ഇത് കാടാ, ടൗൺ അല്ല റൂം എടുത്ത് താമസിക്കാൻ. അപ്പൂപ്പ, ദേ ഇവിടെ ഒരു ബോർഡ്. എവിടെടാ? വായിക്കാൻ പറ്റുന്നില്ല, ഇരുട്ടാ. അതിന് വഴിയുണ്ട്. ദേ ലൈറ്റ്, ഇനി വായിച്ചോ. രാക്ഷസ വീട്. രാക്ഷസ വീടോ? അതെന്ത് വീട്? ഓ, പണ്ടു രാക്ഷസന്മാർ താമസിച്ചിരുന്ന വീടായിരിക്കും. അയ്യോ, രാക്ഷസന്മാരോ? നീ വാടാ, പേടിക്കാതെ. അത് പണ്ടല്ലേ, ഇപ്പോഴല്ല. നിൽക്കണേ, അങ്ങോട്ട് പോകല്ലേ, അവിടെ ആരുമില്ല. അതാരാ? വലിയൊരു വീടായിരുന്നു, എല്ലാം പൊളിഞ്ഞു, ഇപ്പോ ഒറ്റ മുറിയേ ഉള്ളൂ. പക്ഷേ ആരും ഇങ്ങോട്ട് പോകാറില്ല. അതിനെന്താ, അവിടെ പ്രേതമുണ്ടോ? ഉണ്ടെങ്കിലേ പ്രശ്നമില്ല. ഇവനെ ചാത്തനാ, ചാത്തൻ. ലുട്ടാപ്പി, തീ ഊതി കാണിക്കടാ. അയാൾ ഓടി. ഇങ്ങേര് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെ സ്ഥലം നോക്കണോ? ഇങ്ങ് വാടാ. ഈ മന്ത്രവാദി കുട്ടൂസനുള്ളപ്പോഴാ അവൻ്റെ ഒരു പ്രേതപ്പേടി. എന്നാലും ഒരെന്നാലുമില്ല, നമ്മൾ ഇന്നിവിടെ തങ്ങുന്നു. വാ. എന്താ ഒരു ശബ്ദം? അയാള് പേടിച്ചു വീണതാവും. നീ കേറ്. വാതിൽ തനിയെ അടഞ്ഞു. അയ്യോ അയ്യോ, പ്രഭോ, ഇയാൾ കാടിനടുത്ത് എന്തോ കണ്ട് തല ചുറ്റി വീണു. തല ചുറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള സ്ഥലമാണോ കൊട്ടാരം? കൊണ്ടുപോടോ. പക്ഷെ പ്രഭു, ഇത് ഗുരുതരമായ എന്തോ പ്രശ്നമാ പ്രഭു. ശാസ്ത്രമനുസരിച്ച് പലതരം ഗുരുക്കന്മാരെ പറ്റി പറയുന്നതാണ് ഗുരുത്വം. താനിന് മിണ്ടിയാൽ താൻ രാജഗുരു ആണെന്നൊന്നും നോക്കില്ല. പ്രഭു, ഇയാൾക്ക് ബോധം വന്നു. ആരവിടെ? അയാളോട് കാര്യം ചോദിക്കൂ. ആരവിടെ? അല്ല, താനവിടെ എന്തു കണ്ടാ പേടിച്ചത്? അത് രാക്ഷസ വീട് രണ്ടുപേരെ വിഴുങ്ങുന്നത് കണ്ടു. അയ്യോ, മനുഷ്യരെ വീട് വിഴുങ്ങുമോ? ഹേയ് നുണ. ഒരാളെ മനുഷ്യനുള്ളൂ, മറ്റേത് ചാത്തനാ. ചാത്തനോ? താൻ ഈ കഥ ബാലരമയിലേക്ക് അയക്ക്. അടിയൻ പറഞ്ഞത് സത്യമാണേ. ഓഹോ, എങ്കിൽ ഭടന്മാർ പോയി കാര്യം വിശദമായി അന്വേഷിക്കൂ. അതിനപ്പുറത്താ രാക്ഷസ വീട്. അവിടെ. എവിടെ? വീടൊന്നും കാണാനില്ലല്ലോ. ആഹാ, വീടെവിടെ? ഇയാള് തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പൊക്കിക്കോ, ഇവനെ കൊട്ടാരത്തിൽ ഹാജരാക്കാം. അയ്യോ, എന്നെ ഹാജരാജാവാക്കല്ലേ. അയ്യോ. ഹാജരാജാവോ? അതേത് രാജാവ്? നുണ പറഞ്ഞതിന് തന്നെ ജയിലിലിടും. അയ്യോ. ജയിലിലിടുമെന്ന് കേട്ടപ്പോ പേടിച്ചു കരയുന്നു. അത് കേട്ടിട്ടല്ലോ. പിന്നെ? അത് കണ്ടിട്ടാ. ഏത്? ഇതാണ് ആ വീട്. അത് ശരി, ഈ കൊച്ചു വീട് കണ്ടിട്ടാണോ താൻ പേടിച്ചത്? അകത്താരേലും ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വീടിൻ്റെ മുൻവശത്ത് നല്ല കാറ്റ്. ഓ,
ഈ ഈ കാറ്റത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാൻ പറന്നു, രക്ഷിക്കണേ. ദേ വാതില് തനിയെ അടഞ്ഞു. ആ, പുതിയ യന്ത്രം കണ്ടുപിടിച്ചട ചോറേ, ഫ്രോഗ് കാപ്സ്യൂള്. ഇത് തിന്ന തവളയുടെ ശബ്ദം കിട്ടും. സംഗതി കൊള്ളാം, പക്ഷെ ഇതുകൊണ്ട് എന്താ ഗുണം? അത് ഗുണമൊന്നുമില്ല, വെറും തമാശ. എങ്കിലൊക്കെ ഫ്രോഗ് ക്യാപ്സൂൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ചോറേ? അച്ഛൻ തന്നെ ഒരെണ്ണം കഴിച്ചു നോക്ക്. പോടാ ദ്രോഹി, വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാം. ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. നോക്കാമെന്നേ. കാടത്തറായി. ദാ അവിടെ ഒരു വീട്. അതിനകത്താരെങ്കിലും കാണും. ശരിയാ. ഓ, വല്ലാത്ത കാറ്റ്. അയ്യോ, കാറിന്റെ കൺട്രോളും കിട്ടുന്നില്ല. അയ്യോ അമ്മേ. മിസ്റ്റർ ബോർ തെറിച്ചു വീണത് അല്പം അകലെയാണ്. ഓ എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കാണുന്നേ? എന്നെ മോനെ ജോറേ. അയ്യോ അച്ഛാ. മോനെ.